സഭയുടെ ആത്മീയ വളർച്ച നാലാം ഭാഗം. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയോളം വളരുവാനാണ് അവിടുന്ന് സഭയ്ക്ക് ദാനങ്ങൾ നൽകിയത്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ എല്ലാ വിശ്വാസികളും പ്രവർത്തനക്ഷമരാകുവാനാണ് മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനാൽ ദാനങ്ങൾ നൽകുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനായി ഈ ലോകത്തിൽ ജീവിച്ചതുപോലെയുള്ള ജീവിതത്താൽ ദൈവിക പുത്രത്വത്തിൻ്റെ വളർച്ച നമ്മിൽ പൂർണ്ണത പ്രാപിക്കുവാനാണ് ഈ ദാനങ്ങൾ നമുക്ക് നൽകുന്നത്. മറ്റൊരർത്ഥത്തിൽ യേശു ദൈവത്തിൻ്റെ സ്വരൂപമാകയാൽ കൊലോസ്യർ 1:5 ആ ദൈവസ്വരൂപത്തിൽ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട നാം അവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ക്രിസ്തുവിൻ്റെ ദാനങ്ങൾ നമുക്ക് പ്രയോജകീഭവിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന വിശുദ്ധന്മാരുടെ യഥാസ്ഥാനപ്പെടൽ വിശ്വാസികളുടെ ഈ പൂർണ്ണതയിലേക്കുള്ള വളർച്ച പിതാവാം ദൈവവുമായുള്ള ഒരു പുതിയ ബന്ധത്തിനും കാരണമാകുന്നു. സഭയുടെ ആത്മീയ വർധന ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹത്തിലൂടെയാണല്ലോ സമ്പൂർണ്ണത പ്രാപിക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം 7-16 വരെ പറയുന്ന ദാനങ്ങൾ അഥവാ കരിസ്മ സഭയ്ക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് നൽകുന്നതാണ്. 1 കൊരിന്ത്യർ 12:4-11 വരെ. പരിശുദ്ധാത്മദാനങ്ങൾ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റിന് ക്രിസ്തുവിൻ്റെ ദാനങ്ങളാണ്. ഈ ദാനങ്ങൾ വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കുള്ളിലാണ്. ക്രിസ്തുവിൻ്റെ ദാനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും ഒന്നു തന്നെയാണ്. മോശ സീനായ് മലയിൽ കയറിച്ചെന്ന് ദൈവത്തിൻ്റെ നിയമകൽപ്പനകളെ പ്രാപിച്ച് ഇസ്രായേലിന് നൽകിയതുപോലെയാണ് ക്രിസ്തുവും ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തത്. 8-10 വരെയുള്ള വാക്യങ്ങൾ. സകല ദാനങ്ങളുടെയും ഉദ്ദേശ്യം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുപണിക്കായി സഭാംഗങ്ങളെ ഒരുക്കുക എന്നതാണ്. 14-15 വാക്യത്തിൽ അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഭയത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, ലഭിച്ച ദാനങ്ങൾ വിശ്വാസികളെ ശുശ്രൂഷയ്ക്കായി സജ്ജരാക്കുകയും വിശ്വാസത്തിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിലും വളർന്ന് അവ പകർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ആത്മീയ ഐക്യത്തിൽ നാം പൂർണ്ണ മനുഷ്യരായി പൂർണ്ണ ഐക്യത്തിലെത്തുവാൻ സഭയിലെ എല്ലാവരും തങ്ങളുടെ ആത്മീയ ദാനങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ പണിയേണ്ടതാണെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.